ഈ 1 കോടി ഈ വരുന്ന ഡഡ്ജർ ഈ അർജുന്റെ തെരച്ചിലിന് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞ അതിന്റെ അറിയിച്ച പ്രാധാന്യം ഈ മനുഷ്യന് ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഉമ്മർ. ഉമ്മർക്ക് എവിടെയാണ് ശരിക്കും? നമ്മള് വേങ്ങര കുന്നമ്പറാണെന്നാണ്. ഞാനൊരു ലോറി ഡ്രൈവറാണ്. ഇപ്പൊ ഒരു കോൺട്രാക്ടറാണ്. പഴയ കാലത്ത് ഞാൻ ചെറുപ്പം പോലെ ഒരു ലോറി ഡ്രൈവറായിട്ട് നമുക്ക് അതിന്റെ അവസ്ഥ. നിങ്ങൾ ലോറി ഡ്രൈവർ ആയിരുന്നു. അപ്പൊ ഒരു വേറെ ലോറി ഡ്രൈവറുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്ന ഒരു വാക്കുകൂടെ ഞാൻ എടുത്തു പറയാണ്. എന്നെ വിശ്വസിച്ചാണ് അർജുൻ എന്റെ ലോറി കൊണ്ടുപോയത് അല്ലെ. അർജുന്റെ കുടുംബത്തിന് വാക്ക് കൊടുക്കേണ്ടത് ഞാനാണ്. അർജുന്റെ കുടുംബത്തിന് അർജുനെ എത്തിച്ചു കൊടുക്കേണ്ടത് ഞാനാണ്. ഇത്തരം രീതിയിലേക്ക് സംസാരിക്കുമ്പോ തെരച്ചിലിന് വേണ്ടി എന്റെ ഡഡ്ജർ അല്ലെ, ഈ കർണാടക സർക്കാർ 1 കോടി രൂപ പറയുന്ന ഈ ഡഡ്ജർ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കയ്യടിക്കണം ഈ കേസിനൊക്കെ. പ്രേക്ഷകരോട് പറയുന്നത് ഉമ്മർക്കനൊക്കെ ശരിക്കും എന്നെ കെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. കാര്യം ഇത്രയേറെ മലയാളികൾ, എനിക്ക് ഒന്നും പറയാനില്ല. കാര്യം ഇത്രയേറെ മലയാളികള് സന്മനസ്സോടെ വരുന്ന ഒരു സാധനം, നമ്മുടെ കെട്ടുറപ്പ് അത് തന്നെയുള്ളൂ. നമസ്കാരം, മനാഫ്കയാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. മനാഫ്കനോട് ചോദിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അതായത് ഇനി അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സർക്കാർ പറയുന്നത് എന്നുള്ള സാധനം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ശരിക്കും ഇനി എന്താണ് സർക്കാർ പറയുന്നത്? ഇപ്പം പ്രതിസന്ധി കിടക്കുന്നത് ഡഡ്ജറാണല്ലോ. ഈ സാധനത്തിനാണല്ലോ 1 കോടി ഉറുപ്പ്യ ഇവരെ കയ്യിൽ ഇല്ലാത്തത്. ഒരു സാധാരണ ഒരു 3 മനുഷ്യരെ ഇനി ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ 1 കോടി ഉറുപ്പ്യ ഇല്ല. 3 മനുഷ്യരല്ല, അതിൽ കൂടുതൽ ഉണ്ടാവാം. അതും അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പം തന്നെ ആ ഒരു 3 പേരെ എടുക്കാൻ 1 കോടി ഉറുപ്പ്യ മുടക്കാൻ ഇവരെ കയ്യിൽ ഇല്ല എന്നുള്ളതാണല്ലോ പ്രയാസം. അത് ഈ 1 കോടി മുടക്കിയിട്ട് ആ ലോറി എടുത്ത് കൊടുക്കണ്ടെന്നും കൂടിയാണ് പറയുന്നത് കർണാടക. അപ്പം ഓക്കെ, അല്ല, ആ 1 കോടി ഉറുപ്പ്യ വേണ്ട. ആ 1 കോടി ഉറുപ്പ്യക്ക് ബദല് സന്മനസ്സുള്ള ആളുകൾ ഈ ഭൂമിയിൽ പലരും ഉണ്ട്. അത് തരാന് ഇപ്പൊ ഞാൻ എന്റെ വീട് വിട്ടേണ്ട ആവശ്യമില്ല. അതായത് എന്നോട് പറഞ്ഞത് എന്റെ ക്രെയിൻ പോയി എന്നുള്ള, ഞാൻ ചോദിച്ചതിന് ശേഷം പറഞ്ഞ എന്റെ ക്രെയിൻ പോയി, എനിക്കുള്ള സ്വത്തുകളൊക്കെ ഞാൻ വിൽക്കാൻ തയ്യാറാണ്. എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല. കാര്യം അത്രയേറെ ബാധ്യത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ വിറ്റിട്ടാണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്റേതായുള്ള ലെവലിലേക്ക് ഞാൻ അർജുനെ തേടുമെന്നുള്ളതാണ്. അപ്പൊ എനിക്കാണൊരു സങ്കടത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ വിഷയം, ഞാൻ സങ്കടം എന്താന്ന് മാറി നിൽക്കട്ടെ. നമ്മൾ രാത്രി 12 മണിക്ക് സംസാരിച്ചപ്പോ സങ്കടം പറഞ്ഞത് ഞാൻ ചോദിച്ചു ഇനിയിപ്പോ അതിനെന്താണ് ചെയ്യുക, എന്താ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ ചോദിച്ചപ്പോ എന്റെ മൈൻഡ് അതിന് ചേർന്നതല്ല, ഞാൻ മൈൻഡ് ചേർന്നാൽ എന്റെ ചെക്കൻ എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞേ. ആ ലെവലിലേക്ക് നിങ്ങൾ സംസാരിക്കുമ്പോ, അത്രയേറെ ലെവലിലേക്ക് നിങ്ങൾ പറയുന്ന ഒരു വാക്കുകൂടെ ഞാൻ എടുത്തു പറയാണ്. എന്നെ വിശ്വസിച്ചാണ് അർജുൻ എന്റെ ലോറി കൊണ്ടുപോയത് അല്ലെ. അർജുന്റെ കുടുംബത്തിന് വാക്ക് കൊടുക്കേണ്ടത് ഞാനാണ്. അർജുന്റെ കുടുംബത്തിന് അർജുനെ എത്തിച്ചു കൊടുക്കേണ്ടത് ഞാനാണ്. ഇത്തരം രീതിയിലേക്ക് സംസാരിക്കുമ്പോ ഒരു മുതലാളിനെ പ്രതീക്ഷിച്ചിട്ട് തന്നെ, വിശ്വസിച്ചിട്ട് തന്നെയാണ് ആ ലോറിയിൽ ജോലി ചെയ്യുന്ന ആള് ജോലി ചെയ്യുന്നത്. അല്ലാതെ വേറൊരു വിശ്വാസം ഇല്ല. വേറൊരു സിസ്റ്റത്തിനും വിശ്വസിച്ചിട്ട് ആരും ഇവിടെ ലോറി പണിയില്ല. ഏത് ജോലിയിലായിക്കോട്ടെ, അവരെ മെയിൻ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി കോൺസെപ്റ്റ് തന്നെ വരുന്നത്, അവരുടെ മെന്റാലിറ്റി തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചൊറുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ മുതലാളി നോക്കിക്കോളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇവിടെ ഈ നമ്മളെ അർജുന്റെ വിഷയത്തിൽ 100% അർജുനും നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ആ ജോലിക്ക് നിൽക്കുന്നത്. ഒറ്റ മനുഷ്യന് കിലോമീറ്ററോളം, 1000കണക്കിന് കിലോമീറ്റർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കാട്ടുകൂടി, അതും പല പ്രയാസത്തിലൂടെയാണ് ആ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അവനെന്ത് സംഭവിച്ചാൽ അവന്റെ മുതലാളിമാരുണ്ടാവും അവിടെ. ആ വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൽ പോണ ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഡഡ്ജർ എന്ന് പറഞ്ഞ ഒരൊറ്റ വിഷയത്തെ 1 കോടി ഉറുപ്പ്യന്റെ 1 കോടി രൂപയാണ് ഈ ഡഡ്ജർ. എന്താണ് പറയാ, ഡഡ്ജർ എന്ന് പറയുന്നത്. അപ്പോ ഈ 1 കോടി രൂപ നമ്മളുടെ മലയാളികള് എത്രത്തോളം സുന്ദരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കണം. ഈ 1 കോടി ഈ വരുന്ന ഡഡ്ജർ ഈ അർജുന്റെ തെരച്ചിലിന് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞ അതിന്റെ അറിയിച്ച പ്രാധാന്യം ഈ മനുഷ്യന് ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഉമ്മർക്ക് എവിടെയാണ് ശരിക്കും? നമ്മള് വേങ്ങര കുന്നമ്പറാണെന്നാണ്. കുന്നമ്പറത്താണ് എന്റെ വീട്. നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടോ? സാധനം ഉണ്ട്. ഒന്ന് മനസ്സിലാക്കുക നിങ്ങള് സുഹൃത്തുക്കളെ, അർജുന്റെ തെരച്ചിലിന് വേണ്ടി എന്റെ ഡഡ്ജർ അല്ലെ, ഈ കർണാടക സർക്കാർ 1 കോടി രൂപ പറയുന്ന ഈ ഡഡ്ജർ ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കയ്യടിക്കണം ഈ കേസിനൊക്കെ. എന്താ വെച്ചാൽ അത്തരം രീതിയിലേക്ക് ഉമ്മർക്ക് എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് ചിന്തിക്കാൻ കാരണം? ചിന്തിക്കാറഞ്ഞാല് നമ്മളെ ദിവസത്
പെരക്കാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ എല്ലാവർക്കും അല്ലാതെ ഞാനൊരു ലോറി ഡ്രൈവറാണ്. ഇപ്പൊ ഒരു കോൺട്രാക്ടറാണ്. പഴയ കാലത്ത് ഞാൻ ചെറുപ്പം പോലെ ഒരു ലോറി ഡ്രൈവറായിട്ട് നമുക്ക് അതിന്റെ അവസ്ഥ. നിങ്ങൾ ലോറി ഡ്രൈവർ ആയിരുന്നു. അപ്പൊ ഒരു വേറെ ലോറി ഡ്രൈവറുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളേത് ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഈ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഞാൻ തിരുവനന്തപുരം കൺട്രോളിൽ വിളിച്ച് ഇവരെ കോൺടാക്ട് കിട്ടണം, ഇത് കൊടുക്കാന്ന് പറയാനുണ്ട്. അപ്പൊ തിരുവനന്തപുരം കൺട്രോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഏത് ഡിസ്ട്രിക്റ്റാന്ന് ചോദിച്ചു. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പൊ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവർക്ക് 2 നമ്പർ തന്നു, കോഴിക്കോട് കളക്ടറേറ്റിൽ. ആ 2 നമ്പറിൽ ഞാൻ വിളിച്ചപ്പോ രണ്ടും വേണ്ടത്ര ഒരു പ്രാധാന്യം എല്ലാവരും സംസാരിച്ചു. കോഴിക്കോടിലാണ് നടന്നതെന്ന് പറഞ്ഞു. കോഴിക്കോടാണ് ഈ സംഭവം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് സംസാരിക്കേണ്ടത്. അപ്പൊ അവിടുത്തെ നമ്പർ തരാറുണ്ട് പോലീസ് കൺട്രോൾ. ശരി, തന്നു. ഞാൻ വിളിച്ചപ്പോ അവര് വേണ്ടത്ര മെയിൻറ്റെയിൻ ചെയ്ത കോളും സമയമൊക്കെ എന്റെ അടുത്തുണ്ടല്ലോ. അതായത് നിങ്ങളോട് വലിയ സംഭവം കാണിച്ചില്ല, സർക്കാരിന് അത്രേ ഇതില് പ്രതിബദ്ധത ഉള്ളൂ, കാണിച്ചില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നോട് പിന്നെ തിരുവനന്തപുരം കണ്ടു വേണ്ടി എന്നെ വിളിച്ചു. അല്ല നിങ്ങളെന്താ സംസാരിച്ചു? അല്ല ഞാൻ സംസാരിച്ചപ്പോ അത്ര എന്നാ ഞങ്ങള് മറ്റേ ഇവിടുത്തെ എന്താണ് കർണാടകയിലെ മറ്റേ അവിടുത്തെ പോലീസ് കൺട്രോളിലെ മെയിൻ കൺട്രോളിലെ നമ്പർ തന്നു. അതെനിക്ക് 2 നമ്പർ തന്നപ്പോ ഞാൻ 2ലും ബന്ധപ്പെട്ടു. ഒന്ന് കന്നഡ പറഞ്ഞു, അല്ലെങ്കിൽ തെളുവോ ഇന്ത്യ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല, മലയാളി അറിയില്ല, മലയാളി ഓഫീസർ ഉണ്ടെങ്കിൽ സംസാരിക്കാം. അതൊക്കെ കണ്ടിട്ട് തന്നെ നമ്മളിത് ബന്ധപ്പെടണേ. അങ്ങനെ ഞാൻ അത് അവര് ഒരു 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരു പ്രതികാരം മലയാളിനെ തന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് 3-ാം ഘട്ടം ഞാൻ ഇവരെ കണക്ട് ചെയ്യാൻ കിട്ടാനാണ് ഇതൊക്കെ ശ്രമിക്കണേ. അപ്പൊ ഞാൻ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്നോട് വന്ന മറുപടി ഞാൻ ചോദിക്കാൻ അവിടുത്തെ MLA നമ്പർ ഞാൻ ചോദിക്കണം. അപ്പൊ അവർ പറഞ്ഞു MLA നമ്പർ ഇത് കിട്ടാൻ പ്രയാസമാണ്, നമുക്കറിയില്ല. എവിടുന്ന്? മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് കാസർഗോഡിന് അപ്പുറം മഞ്ചേശ്വരം. അഷ്റഫ് AKM അഷ്റഫിനോട് എനിക്ക് പറയാനുള്ളത്, അഷ്റഫ് എന്റെ നല്ല സുഹൃത്തു കൂടെയാണ്. നിങ്ങളെ നമ്പർ ചോദിച്ചപ്പോ എവിടുന്നാ പറഞ്ഞത്? മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ നമ്പർ ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അഷ്റഫ് എന്റെ സുഹൃത്താണ് അഷ്റഫ്. അഷ്റഫിനോട് ഞാൻ പറയുന്നത്, AKM അഷ്റഫിനോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നമ്പർ ചോദിച്ചപ്പോ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയില്ല എന്ന് പറഞ്ഞ് 100% എന്ത് ചെയ്യണം? അത് നിങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കണം. കാര്യം നിങ്ങൾ സ്ഥലത്തെ MLA ആണ്. പോലീസ് സ്റ്റേഷനിൽ പോലും MLA നമ്പർ അറിയില്ല എന്ന് പറഞ്ഞ് വലിക്കുന്ന ഒരു രീതി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞോളൂ. അപ്പൊ അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ താമരശ്ശേരി, ഇവിടെ പൂരൂര്, ഏകരൂര്, തലയാട്, കക്കയം, കക്കോടൊക്കെ ഞാൻ എന്റെ ബാപ്പന്റെ കൂട്ടത്തിൽ പണ്ട് ചെമ്പോണിക്കോയ ഒരാളാണ്. എനിക്ക് അവിടെ ഒക്കെ അറിയണം. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ഒരു ടാക്സി ഡ്രൈവർ എനിക്ക് അറിയണ അയാൾക്ക് വിളിച്ചു. 84 എന്നാ പറഞ്ഞു, കക്കോടി. അപ്പൊ ഇത് കക്കോടി ഞാൻ 84 ആളെ വിളിച്ചു. എന്നോട് പറഞ്ഞു ഇങ്ങനെ കണ്ണാടിക്കലാണ്, നമുക്ക് ബന്ധപ്പെടാം. ഒരു അയൽവാസിനെ വിളിച്ചിട്ട് നമ്പർ സംഘടിപ്പിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാവിലെ കാറുണ്ട്, ഞാൻ ബസ് എടുത്ത് ബസ്സിൽ കയറി കക്കോടിക്ക് ബസ് പോകില്ല, വേറെ ചെറുകുളം പോയി എന്താ റോഡ് തറാറായിട്ട് അതിലൂടെ ഒക്കെ ചുറ്റി. ലാസ്റ്റ് എന്ത് ചെയ്തു? അല്ലല്ല, ഞാൻ ലാസ്റ്റ് അർജുന്റെ വീട്ടിൽ ഞാൻ എത്തി. ഇവരെ മനാഫിന്റെ രഞ്ജിത്തിന്റെ അവന്റെ അളിയന്റെ നമ്പർ കിട്ടണത് പിന്നെ രഞ്ജിത്തിന്റെ അർജുന്റെ വീട്ടിൽ നിന്ന് അമ്മ ഓല തരുന്നത്. ഒന്ന് മനസ്സിലാക്കണം. അതായത് ഒരു ഫ്രീ സർവീസിലെ നിങ്ങളുടെ ഈ 1 കോടി രൂപ സർക്കാർ വില പറഞ്ഞ ക്രെയിന് ഞാൻ ഫ്രീ ആയി കൊടുക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം എവിടെ ഓടി പിടിച്ചു എന്നുള്ളതാണ്. ആ ലോറി ഡ്രൈവർ ആയിട്ടുള്ള ഒരാൾക്ക് അത് മനസ്സിലാവുള്ളൂ സംഭവം എന്താന്നുള്ളത്. ലോറി ഡ്രൈവർ ആയിരുന്നു ഞാൻ. നിങ്ങൾ ലോറി ഡ്രൈവർ അല്ലായിരുന്നു ഉമ്മർക്ക? നിങ്ങൾ വേങ്ങര എവിടെയാണ്? വേങ്ങര കുന്നമ്പുറം EK പടി എന്ന് പറയും. കുന്നമ്പുറം EK പടി. നിങ്ങൾ മില്ല് നടത്തുന്നുണ്ടോ? മില്ലൊന്നുമില്ല. മില്ലല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മള് കൺസ്യൂമർക്കാണ്. നമ്മള് ഈ പോയെന്ന് ഇത്രയും കാര്യങ്ങള് ഈ ഡ്രസ് എടുക്കണ മണ്ണെടുത്ത് മാറ്റണം. നമുക്ക് നമ്മളതിന്റെ ഫോട്ടോസ് ഏതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ മെയിൻ ബോസ് പൊന്നപ്പൻ എന്ന് പറഞ്ഞ വലിയ വർക്ക് എടുക്കണം. അയാളെ കീഴിലാണ് ഞാൻ വർക്ക്. അപ്പൊ എനിക്ക് താങ്ങാൻ കഴിയുന്ന വർക്കൊക്കെ ഞാൻ കോണ്ടാക്ട് എടുക്കലുള്ളൂ. അപ്പൊ അതിന് അയാളെ തീന്ന് പഠിച്ചു വന്നവര് എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. അങ്ങനെ ഈ സാധനം വാങ്ങി പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായി സഹായിച്ചു തന്നാണ്. ഇത് എത്ര കോടി രൂപയുടെ സാധനം? ഇത് കോടികളൊന്നും അതിനുമാണ്. ഇത് നമുക്കിപ്പോ ഏകദേശം നമ്മളിത് നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു 15 കൊല്ലം 10 കൊല്ലത്തിന് മേലെ. ശരി. അതിന് നമുക്ക് അന്ന് 15 ലക്ഷം റുപ്യാണ്. അതിനാണ് ഈ 1 കോടി രൂപ വാടക. അതിന് വേറെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ക്രെയിനും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന് ഒരു കോടി എന്ന് പറയണത്. അതിനൊരു കോടി ഈ സംഭവം തെരഞ്ഞെടുക്കാൻ 1 കോടിയും വേണ്ട, ഒരു 50ഉം വേണ്ട, ഒരു 25ഉം വേണ്ട. നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, പ്രേക്ഷകരോട് പറയുന്നത്, ഉമ്മർക്കനൊക്കെ ശരിക്കും എന്നെ കെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. കാര്യം ഇത്രയേറെ മലയാളികൾ, എനിക്ക് ഒന്നും പറയാനില്ല. കാര്യം ഇത്രയേറെ മലയാളികൾ സന്മനസ്സോടെ വരുന്ന ഒരു സാധനം. നമ്മുടെ കെട്ടുറപ്പ് അത് തന്നെയുള്ളൂ. നമ്മുടെ മലയാളം, കേരളത്തിന്റെ കെട്ടുറപ്പ് അത് തന്നെയാ. കേരളത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഉമ്മർക്കനെ പോലുള്ള ആളുകളാണ്. 1 കോടി രൂപയുടെ വില, അല്ലെ 1 കോടി രൂപ വാടക പറയുന്ന സാധനം ഞാൻ കൊടുക്കാം എന്ന് പറയുന്നത് തന്നെയാണോ കെട്ടുറപ്പ്? ഇനി ഒന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം.